ഇങ്ങനെ ഡസക്കണക്കിന് സുന്നി വിരുദ്ധാശയങ്ങൾ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങളെ ബാഹ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശക്തികൾ നിങ്ങളുടെ ലേബിൾ വെച്ച് ഇവിടെ പ്രചരിപ്പിച്ചു, പലതും പറഞ്ഞു. അവസാനം കണ്ടില്ലേ ഉസ്താദേ, അങ്ങ് പ്രസിഡന്റായ ബഹുജന സംഘടന, അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന മുട്ടിപ്പടി തങ്ങൾ, ആ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന്, ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് മഹാനരായ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഹുസൈനാർ തങ്ങൾ പോയ പോക്ക് ആത്മഹത്യാപരമാണ്. കൂഫയിലേക്ക് പോയ പോക്ക്, അല്ലാഹുവിന്റെ റസൂൽ മുൻകൂട്ടി ഷഹാദത്ത് പ്രഖ്യാപിച്ച പോക്കിനെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ചു കുഴിമണ്ണക്കാരൻ ഷിയാ ഫൈസി. അതിവിടെ എല്ലാ സ്ഥലത്തും എത്തി. എന്ന് തുടങ്ങുന്ന അഹ്ലു ബൈത്തിന്റെ ആ പരിശുദ്ധമായ വരികൾ അത് ശിയാക്കളാണ് എന്നതിന്റെ തെളിവാണ് അത് ചൊല്ലിക്കിടക്കൽ എന്നയാൾ പരസ്യമായി പറഞ്ഞു. ഈ തോന്നിവാസങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇത് പരിശുദ്ധ പാരമ്പര്യമാണ്, അഹ്ലുസുന്നയുടെ പാരമ്പര്യമാണ്, അതിനെതിരാണ് ഇയാൾ പറയുന്നത്, ഇതിലാരും കുടുങ്ങിപ്പോകണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനെതിരെ ഈ ഖലീൽ തങ്ങൾ എന്ന് പറയുന്ന അങ്ങയുടെ ബഹുജന സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന മുട്ടിപ്പടിയിലെ തങ്ങൾ, ഖലീലുൽ ബുഖാരി എന്ന പേരിൽ ഇവിടെ അറിയപ്പെടുന്ന തങ്ങൾ, ആ തങ്ങൾ ഖമ എന്നൊരു വിട്ടില്ല. അത് പ്രസംഗിച്ചാളെ പാലും തേനും ആവോളം പണവും പ്രതാപവും നൽകി അയാളെ വളർത്തിക്കൊണ്ടുവന്നു. അവസാനം ചെയ്ത പണി കണ്ടില്ലേ? ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇതേ ഫൈസിയെ കൊണ്ട് ഒരു കൊടും ക്രൂരത ഈ ഖലീൽ തങ്ങൾ ചെയ്യിപ്പിച്ചു. ആരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒന്ന് ഖലീൽ തങ്ങൾ തന്നെ, മറ്റൊന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മറ്റൊന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, മറ്റൊന്ന് AP അബ്ദുൽ ഹക്കീം അസ്ഹരി. ഈ പറയപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഈ ഷിയാ ഫൈസിയെ കൊണ്ട് അന്നയാള പ്രസംഗിച്ച പ്രസംഗം അതൊരു പുസ്തക രൂപത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച കൊടും ക്രൂരത. അങ്ങനെ പുറത്തിറങ്ങിയ ഈ കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപമായ ഈ പുസ്തകം ഉമവിയ ഖിലാഫത്ത്, ഈ പുസ്തകത്തിൽ വളരെ മ്ലേച്ഛമായ ഒരുപാട് കാര്യങ്ങൾ ഇതിലെഴുതിയിട്ടുണ്ട്. ഇതിന്റെ 225-ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുന്നതെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നോമനമോൻ ഹുസൈനാർ തങ്ങൾ ആ പോയ പോക്ക്, അവിടെ ഇബ്നു സിയാദിന്റെയും യസീദിന്റെയും ഒക്കെ കിങ്കരന്മാരോട് നടത്തിയ നീതിക്ക് വേണ്ടിയുള്ള, ധർമ്മത്തിന് വേണ്ടിയുള്ള, സത്യത്തിന് വേണ്ടിയുള്ള ആ ധർമ്മസമര പോരാട്ട ഭൂമികയെ സംബന്ധിച്ച് എന്താണ് ഈ ലക്ഷണം കെട്ട ഈ കുഴിമണ്ണക്കാരൻ ഫൈസി എഴുതിയത്? ഷിയാ ഫൈസി എഴുതി വെച്ചത് ഖലീൽ തങ്ങളുടെയും പേരോടിന്റെയും പൊന്മളയുടെയും ഹക്കീം അസ്ഹരിയുടെയും അനുവാദത്തോടെ അവരുടെ നിർദ്ദേശത്തിൽ പ്ലാനഡായി എഴുതി വെച്ചതെന്താ? മശായിഖന്മാരെ വഴിയിലുള്ള എല്ലാവരെയും തിരസ്കരിക്കുക എന്ന നിലയ്ക്ക് എഴുതി വെച്ചു. ആ പോയ പോക്ക്, അവിടെ നടത്തിയ ഏറ്റുമുട്ടൽ, അവസാനം സുജൂദിൽ വീണ കിടക്കുന്ന സമയത്ത് മുത്ത് റസൂലിന്റെ കുഞ്ഞനെ കഴുത്തറുത്ത് കൊല ചെയ്ത് ആ തലയിലേക്ക് കുന്തം കുത്തിയിറക്കി അതുമായി ആട്ടും പാട്ടും ഡാൻസും അതേ ലഹരിയും ഉപയോഗിച്ച് അവിടെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തി. അതിനെപ്പറ്റി, ആ തലയറുത്തെടുത്തതിനെപ്പറ്റി ഖമ എന്ന് മിണ്ടിയില്ല, എതിർത്തില്ലെന്ന് മാത്രമല്ല അതിനെ പച്ചയായി ന്യായീകരിക്കുകയാണ് ഈ ലക്ഷണം കെട്ടവർ എല്ലാവരും കൂടി. എന്താ അതിലെഴുതിയത്? ഈ കാരണങ്ങളുടെ പേരിൽ ഇബ്നു സിയാദും ഉമവി ഭരണകൂടവും വിമർശന വിധേയരാണെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു നടത്തിയ നീക്കത്തിനെതിരെ എടുത്ത നടപടികളുടെ പേരിൽ ഉമവി ഭരണാധികാരികളെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാൻ നിർവാഹമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കുഞ്ഞനെ ഉൾപ്പെടെ ആ കുടുംബത്തിലെ സ്ത്രീകളെയും മക്കളെയും കഴുത്തറുത്ത് കൊല ചെയ്തത്, അതിനവരെ അടച്ചാക്ഷേപിക്കാൻ പറ്റൂല അത്രേ ഷിയാ ഫൈസി എഴുതിയിരിക്കുക. എന്നിട്ടോ നിലവിൽ
അതിനെന്താ കാരണം? നിലവിലൊരു ഖലീഫ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് കീഴിലുള്ള ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഒരു രാഷ്ട്രത്തിനുള്ളിൽ മറ്റൊരു രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിന് മുതിരുന്നവരെ കൊന്നുകളയുക എന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനാ ഭരണാധികാരികളെ മഹാനായ ഹുസൈൻ തങ്ങൾ അംഗീകരിച്ചിട്ടില്ലടോ. അനീതിയാണ്, അക്രമമാണ്, അധർമ്മമാണ്. ആ ഭരണത്തെ അംഗീകരിക്കാൻ ഹുസൈൻ തങ്ങളില്ല. എന്നിട്ട് ആ റസൂലുള്ളാഹിയുടെ പേരമക്കളെ കഴുത്തറുത്തു കൊന്നതിനെ, ആ കുടുംബത്തിലെ പെൺകുട്ടികളെയും ചെറിയ മക്കളെയും അമ്മിഞ്ഞപ്പാൽ നുകരുന്ന പ്രായമുള്ള മക്കളെ വരെ കൊല ചെയ്തതിന് ഈ ലക്ഷണം കെട്ടവൻ ന്യായീകരിക്കുക റസൂലുള്ളാഹിയുടെ അധ്യാപനാണ് തലപോൽ. നിങ്ങൾ ആലോചിച്ചു, എത്ര തോന്നിവാസം. ഇത് ഞങ്ങൾ പറഞ്ഞു. ഈ പുസ്തകം ഇറങ്ങിയതെന്ന 2026 മാർച്ച് മാസം. അതാണ് ഇത് ഫസ്റ്റ് എഡിഷൻ. പുറത്തിറങ്ങിയിരിക്കുന്നത് മാർച്ച് 2026. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമായി. ഞങ്ങളുടെ കഴിഞ്ഞ പരിപാടിയിൽ, രാമനാട്ടുകര പരിപാടിയിൽ വെച്ച് ഈ പുസ്തകം പൊതുജന സമക്ഷം ഉയർത്തിപ്പിടിച്ച് ഇതിലുള്ള ഈ വൃത്തികേടുകൾക്കെതിരെ, അധർമ്മത്തിനെതിരെ, ഈ നരനായാട്ടിനെതിരെ, ഈ തനിച്ച തമ്മാടിത്തത്തിനെതിരെ ഞങ്ങൾ ശബ്ദിച്ചു. വേറെ ആരും ഞങ്ങൾ കണ്ടില്ല. നമ്മുടെ അഹ്ലു ബൈത്തിന്റെ കാര്യം പറയുമ്പോ കൽബ് കുൽബാകണ ആൾക്കാർ ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഉണ്ടല്ലോ. ഒരൊറ്റൊരുത്തരും കണ്ടില്ലല്ലോ, ഒരുത്തനെയും കണ്ടില്ല. ഇതുവരെ മിണ്ടിയോ ആരെങ്കിലും? ആൺകുട്ടികളെ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ മശായിഖ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അതിനിവിടെ ആളുകളെ പിമ്പലുണ്ടോ? ഞങ്ങൾക്ക് നോട്ടല്ല. ആരുണ്ട്? നോട്ടല്ല. ഞങ്ങളോട് പറയാൻ പറഞ്ഞ ഹക്ക് അത് ഞങ്ങൾ വിളിച്ചു പറയും. അസത്യത്തിനെതിരെ ഞങ്ങളോട് ശബ്ദിക്കാൻ പറയുമ്പോ ഞങ്ങൾ അത് ശബ്ദിക്കും. അവിടെ ഞങ്ങൾക്ക് ആൾബലമുണ്ടോ? നോട്ടമില്ല. ധനബലത്തെക്കാൾ, ജനബലത്തെക്കാൾ അതിനെയൊക്കെ മറികടക്കുന്ന ആത്മബലം ഞങ്ങൾക്ക് ഞങ്ങളെ മശായിഖ് തന്നിട്ടുണ്ട്. ഞങ്ങളത് വിളിച്ചു പറഞ്ഞു. ഇതിനവസരം കൊടുത്ത, സ്ഥാപനത്തിൽ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്ത മുട്ടിപ്പടിയിലെ ഖലീൽ തങ്ങൾ മറുപടി പറയണം. ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഒരു വെല്ലിപ്പാനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുമ്പോ ആ പറഞ്ഞ ആൾക്ക് ഒരു പേരക്കുട്ടി പണം കൊടുക്കുക, കിടക്കാൻ ഇടം കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക, കഴിക്കാൻ ഭക്ഷണം കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയായ ഹുസൈനാര് തങ്ങള്, ഈ പറയുന്ന ഖലീൽ തങ്ങളാണെങ്കിൽ അയാളെ വെല്ലിപ്പയല്ലേ മഹാനായ ഹുസൈനാര് തങ്ങള്? ആ ഹുസൈനാര് തങ്ങള് ഒരു ഇറ്റ് ദാഹജലത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോ യൂഫ്രട്ടീസ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൻക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കാതെ കൊന്നുകളഞ്ഞ യസീദിന്റെ, ഇബ്നു സിയാദിന്റെ കിങ്കരന്മാർ അവരെ പുകഴ്ത്തിയ ഇവനെങ്ങനെ വെല്ലിപ്പാക്ക് വെള്ളം കൊടുക്കാതെ കൊന്നുകളഞ്ഞവന്റെ മദ്ഹെഴുതിയ ഈസിയ ഫൈസിക്ക് എങ്ങനെ ഖലീൽ തങ്ങളെ നിങ്ങൾ വെള്ളം കൊടുക്കൽ? നിങ്ങളെ മനസാക്ഷി അതിന് അനുകൂലമാണോ? മനസാക്ഷി അനുകൂലാവൂല. തങ്ങളാണെങ്കിൽ, തങ്ങളാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ മനസാക്ഷി അനുകൂലാകാൻ പറ്റൂല. അറിയണം ഞങ്ങൾക്ക്, ഇത് നിങ്ങൾ ചെയ്തത് തനി കാടത്തമല്ലേ തങ്ങളെ? ഇങ്ങോട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആവോളം പണം കൊടുത്തു, സൗകര്യങ്ങൾ കൊടുത്തു. അവസാനം പുസ്തകം എഴുതിച്ചു. ഇതിനെതിരെ ഞങ്ങൾ ശബ്ദിച്ചപ്പോഴോ ഇപ്പൊ നിങ്ങളൊരു പൊറാട്ട് നാടകം കളിച്ചിരിക്കുക. എന്താ ഇവരിങ്ങനെ ആഘോഷിക്കരുന്ന് ഗ്രൂപ്പിലെ ആര്? ഈ കൂലി തൊഴിലാളികളുണ്ടല്ലോ, സൈബർ തൊഴിലാളികള്. ആ പുസ്തകമൊക്കെ വിറ്റഴിഞ്ഞ് തീരെ കിട്ടാല്ല, ഭയങ്കരാണ് എന്ന് പറയാ. ഞങ്ങൾ ശക്തമായ രൂപത്തിൽ പറഞ്ഞു, കേരളത്തിൽ ഈ വലിയ, ഈ നാടിന്റെ ശാപമായ, ഈ മുസീബത്തായ ബുക്കെടുത്ത് പിടിച്ച് മഅദിൽ നിന്ന് പുറത്തിറങ്ങിയ, സിയാ ഫൈസി ഇറക്കിയ, ഈ ഉമയ്യ ഖിലാഫത്ത് എന്ന പേരിൽ ഖലീൽ തങ്ങൾ ഇറക്കിയ, ഖലീൽ തങ്ങൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിറക്കിയ ഈ പുസ്തകത്തെ മെൻഷൻ ചെയ്ത്, ഈ പുസ്തകം കയ്യിലെടുത്ത് ഇതിനെതിരെ ഹുസൈനാര് തങ്ങൾക്കെതിരെ ശബ്ദിച്ച, ഈ ശബ്ദത്തെ എതിർത്ത ഒരേ ഒരു ടീമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് ഞങ്ങളുടെ ശൈഖുനായുടെ അഹ്ലു മാത്രമാണ്. ഞങ്ങൾ ഒരുത്തനെയും ഭയപ്പെട്ടില്ലടാ. ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെതിരെ ശബ്ദിച്ചു, ശക്തമായി സംസാരിച്ചു.
അവസാനം ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടു. ഇവര് പറഞ്ഞിരുന്നത് എന്താ? ഗീബത്ത് പറയാ, നമീമത്ത് പറയാ. ഇത് പറയണത് ഗീബത്തും നമീമത്തൊന്നല്ല, സത്യാണ് എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടു. മഅദിനിലെ ഫോൺ നിലക്കാതെ ശബ്ദിക്കാൻ തുടങ്ങി. ഖലീൽ തങ്ങൾക്ക് നേരിട്ട് വിളിച്ചെന്നു. സംഭാവനകൾ ഇനി ഉണ്ടാവില്ല എന്ന ഭീഷണി വരെ ചെന്നു. ഹുസൈനാരി തങ്ങളെ ഇത്ര പച്ച തോന്നിവാസം എഴുതി പുസ്തകം എഴുതിയ മഅദിൻ, ആ മഅദിനിന് പാവപ്പെട്ട ജനങ്ങളെ, പ്രവാസികളെ, നാട്ടിലെ നിഷ്കളങ്കരായ കൂട്ടുകാരെ, നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടും ഹുസൈനാരി തങ്ങളെ ഇടനെഞ്ചിലേക്ക് ഉതിർക്കുന്ന വെടിയുണ്ടകളുടെ സ്ഥാനത്താണ്. അള്ളാഹു കാവല് തരട്ടെ. അതുകൊണ്ട് ഒരു റുപ്യ ആ സ്ഥാപനത്തിന് കൊടുത്തു പോകരുത്. ഹുസൈനാരി തങ്ങൾ സഹിക്കൂല. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ വരവ് നിന്നു. ഫോൺ കോള് വന്നു. മൂപ്പർക്ക് വലിയ സുഖല്ല, സന്തോഷല്ല. ഇപ്രാവശ്യത്തെ ഹിജറ കോൺഫറൻസ് ഊക്ക് കുറഞ്ഞു. അപ്പൊ ഒരു പുതിയ പരിപാടി എന്താ? ഉറവ പബ്ലിക്കേഷൻ. ഉറവ എന്ന് പറഞ്ഞാൽ എന്താ? ഉറവിടം തന്നെ എങ്ങനെയാണ് ചെയ്ത്? തുടക്കം തന്നെ പ്രശ്നം വെച്ച പിന്നെ പിടുത്തം വിട്ട തന്നെ. തുടക്കം പ്രശ്നമായി. മുഹറം 9 എവിടുന്ന് ഉണ്ടാക്കിയ സംഘടന ഇത് പ്രശ്നമാണ്. ടേപ്പി ഉസ്താദ് തന്നെ വിങ്ങിപ്പൊട്ടി. ഇനി രണ്ടാമത്തെ കേട്ടോളൂ, അതിന്റെ തുടർപത്രം, അതിന്റെ തുടർച്ചയായി ഉമവിയ ഖിലാഫത്ത് എന്ന പേരിൽ ഉറവ പബ്ലിക്കേഷൻ മേൽമുറി. ഇവരാ തരികട നോക്കിയങ്ങള്. ഇത് എവിടുന്ന് ഉണ്ടാക്കിയതാ? ഇത് മുട്ടിപ്പടിയിൽ നിന്ന് ഉണ്ടാക്കിയതാ. ഉറവ പബ്ലിക്കേഷൻ. ഇതിലെന്താ ഉള്ളത്? ധാരാ ഇറക്കിയത് കേട്ടോളൂ. ഉറവ പബ്ലിക്കേഷൻസ്, പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മഅദിൻ അക്കാദമി, സലാത്ത് നഗർ, മലപ്പുറം. ഇത് കൊടുക്കാൻ ധൈര്യല്ല ബഡ്കൂസുകൾക്ക്. അങ്ങനെ ഒപ്പിക്കുക അന്നുള്ളതില്. ഉറവ പബ്ലിക്കേഷൻ മേൽമുറി PO. എന്നിട്ടോ മലപ്പുറല്ല, സലാത്ത് നഗറില്ല, മഅദിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്, പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവുന്നില്ല. എങ്ങനെങ്കിലും ഇങ്ങനെ വരവ് കിട്ടണല്ലോ. അതിന് 27/6/2026 ഉമവിയ ഖിലാഫത്ത് എന്ന പേരിൽ ഉറവ പബ്ലിക്കേഷൻസിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തിൽ തെറ്റായ ചില പരാമർശങ്ങൾ വന്നതായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നമ്മുടെ നേതാക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ഏത് നേതാവാ ശ്രദ്ധപ്പെടുത്തിയത്? നിങ്ങൾ കേട്ടോ? ഇവിടെ ആകെ ഒരു ടീമേ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളൂ. അത് സാവിയത്ത് സൂഫിയാണ്. ഇപ്പൊ നമ്മളെ സമസ്താക്കിയല്ലോ പോര്. അത് വിരിച്ചുവിട്ടു അല്ലെ? ഉസ്താദ് പറഞ്ഞോട് അത് 9-ാം തീയതി വിരിച്ചുവിട്ടു. മുഹറം 11-നായി പ്രസ്താവന സമസ്ത നേതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്തി. അല്ല കൂട്ടരെ, ഞങ്ങളൊക്കെ ഇപ്പൊ എന്താ സമസ്ത നേതാവായിട്ട് നിങ്ങൾ അംഗീകരിച്ചത്? അപ്പൊ നിങ്ങളെ സമസ്തയല്ല എന്നത് ഇവിടെ സ്ഥിരപ്പെട്ടു. കാരണം നിങ്ങളെ നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ടീമേ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളൂ. അത് മശായിഖിന്റെ അഹ്ലാകുന്ന സാവിയത്തു സൂഫിയുടെ ഞങ്ങളെ ശൈഖുനാടെ മക്കളാണ്. ഇപ്പൊ ഞങ്ങള് സമസ്ത നേതാക്കളായില്ലേ? അല്ലല്ലോ, ഇങ്ങനൊക്കെ നിങ്ങൾ ഉപഹാരം തരും ഞങ്ങളും കരുതിയിരുന്നില്ല. ഇനി ബാക്കി കേട്ടോളെ. ഇങ്ങനെ സംഭവിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഖേദെങ്കിലും പ്രകടിപ്പിച്ചു. പുസ്തക വിതരണം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി ഇതിനാൽ അറിയിക്കുകയും ചെയ്യുന്നു ഉറവ പബ്ലിക്കേഷൻസ്. എങ്ങനെ? ഇതുകൊണ്ട് ഊക്കോണ്ട് മെഴുക്കളയ്ക്കാൻ നടക്കൂല. ഇത് ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചാ ദഹിക്കൂല. ഖലീൽ തങ്ങളെ പറയണം മറുപടി. അത് നിങ്ങൾക്ക് പിരിവ് കിട്ടിയ മുടങ്ങിയപ്പോ അത് സലാമത്താക്കങ്ങൾ കണ്ടൊരു ഉരുണ്ട് കളിയാ. നിങ്ങൾ മറന്നോ? നിങ്ങളെ സംഘടന, നിങ്ങൾ മുഷാവറയുടെ സെക്രട്ടറി അല്ലേ? മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറി അല്ലേ? മഅദിന്റെ ചെയർമാൻ അല്ലേ? നിങ്ങൾ വലിയ കൂളിയണ്ടറല്ലേ? നിങ്ങൾക്കൊരു ധാർമ്മികമായ ബാധ്യത ഉണ്ട്. ഇവിടെ സത്യമായി തുറന്നു പറഞ്ഞപ്പോ അതിനെതിരെ നിങ്ങൾ സന്ദേഹാസളകില്ലേ? കുത്തുബുല്ലാൽ എന്നുള്ള ബുക്ക് CN സെന്റർ പുറത്തിറക്കി. മടവൂർ ശൈഖുനാടെ മഹത്വം, അവിടുത്തെ അവസ്ഥകൾ എഴുതിയപ്പോ ആ പുസ്തകമായിട്ട് സംഘടനകൾക്ക് ബന്ധമില്ല. എവിടുന്ന അറിയിച്ചത്? സിറാജ് പത്രത്തിലൂടെ സമസ്ത ഓഫീസിൽ നിന്ന് അറിയിച്ചു. ഇതിലെന്തേ സമസ്തക്ക് ഇടപെടാനല്ലേ? നിങ്ങൾ പറഞ്ഞ സമസ്ത നേതാക്കൾ അറിഞ്ഞു എന്നാ സമസ്തയുടെ പേരിൽ വരട്ടടോ പ്രസ്താവന. സമസ്തയുടെ പേരിൽ കൊടുക്ക് സിറാജിൽ പ്രസ്താവന ഈ പുസ്തകവുമായി ബന്ധമില്ലെന്ന്. അങ്ങനെ തരികട നടക്കൂല. ഇനിയോ മടവൂർ ശൈഖുനാടെ പേരിൽ മർക്കസിന്ന് കുത്തുബുൽ ആലം
മജീദ് ബാക്കവി ഒരു ബുക്ക് എഴുതില്ലേ കാമിൽ സഖാഫി, അതിലെന്താ കുഴപ്പം? 500-ഓളം പേജിൽ കൂടുതലില്ലേ? ആ 500-ലേറെ പേജുള്ള കുത്തുഫുൽ-ആലം 1 മിനിറ്റിന്റെ താഴെയുള്ള സമയം കൊണ്ട് പിൻവലിപ്പിച്ചില്ലേ? അതിന് നിങ്ങൾ ചെയ്ത പണി എന്താ പണി? ഇത് വിക്കുള്ള ആളാ മജീദ് ഉസ്താദ്, മജീദ് ബാക്കവി. അയാളെ ജീവിതത്തിൽ അതിന്റെ മുമ്പ് ശേഷവും ഒരു വീഡിയോ ഇറക്കിയത് ഞാൻ കണ്ടിട്ടില്ല. മുമ്പ് ഇറക്കിയിട്ടില്ല, ശേഷം ഇറക്കിയിട്ടില്ല. ആ മജീദ് ബാക്കവി, ആ ബാക്കവിനെ കൊണ്ട് ഒരു ക്ലിപ്പ് ഇറക്കിച്ചു. എന്നിട്ട് പറഞ്ഞു അത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഈ സുലൈമാൻ വൈസ് ജീവിച്ചിരിപ്പില്ലേ? അയാൾക്ക് വിക്കൊന്നുമില്ലല്ലോ. അയാൾക്ക് വിക്കല്ല, അയാൾക്ക് ഇനി എന്തൊക്കെ ഉണ്ടാവുമ്പോഴോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ അയാൾക്ക് വിക്കൊന്നുമില്ലല്ലോ. സംസാരിക്കാൻ നാവ് വന്നൂലേ? സംസാരിക്കൂലേ? ആൺകുട്ടികളാണെങ്കിൽ ഇറക്കിക്കടോ അയാളെ കൊണ്ട്. ഒരു വോയിസ് ക്ലിപ്പറൊക്കെ, ഒരു വീഡിയോ ക്ലിപ്പറൊക്കെ പിൻവലിച്ചു. അയാൾ പൂർണ്ണമായി അതിൽ ഖേദം പ്രകടിപ്പിക്കട്ടെ. വിടൂല ഞങ്ങള്. മറ്റുള്ളതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ മുസാവറ സമസ്ത അതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രസ്താവന ഇറക്കിക്ക. മടവൂർ കാഫിലയുടെ വിഷയം വന്നപ്പോ ജില്ലാ മുസാവറ അറിയിച്ചു. അതുമായിട്ട് ബന്ധമില്ല, ഈ ബുക്കുമായിട്ട് ബന്ധമില്ലാന്ന് മുസാവറയുടെ തീരുമാനം എന്തുകൊണ്ട് വരുന്നില്ല? പ്രസ്താവന വരുന്നില്ല. എന്തിനേറെ അതൊരു സ്ഥാപനത്തിന്റെ അല്ലേ? അപ്പൊ CN സെന്റർ സ്ഥാപനല്ലേ? അത് CN സെന്റർ സ്ഥാപനല്ലേ? മഴദിനും വലിയ സ്ഥാപനല്ലേ നിങ്ങളാ കാഴ്ചപ്പാടില്? അപ്പൊ അതിന്റെ പേരിലും നിങ്ങളെ സമസ്തയുടെ പ്രസ്താവന വരണ്ടേ? എന്തുകൊണ്ട് വരുന്നില്ല? അതുകൊണ്ട് ഇരട്ടത്താപ്പ് നടക്കൂല. ഖലീൽ തങ്ങളെ വീണ്ടും ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ആയതുകൊണ്ട് നിങ്ങൾ നയം വ്യക്തമാക്കണം. അയാളെ കുഞ്ഞി പിടിച്ചു പുറത്തെറിയണം. അയാൾ ആ സ്ഥാപനത്തിൽ നിന്ന് എന്നേക്കുമായി പടിയിറക്കി പിണ്ടം വെക്കാൻ ധൈര്യമുണ്ടോ ഖലീൽ തങ്ങൾക്ക്? അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പാവും നിങ്ങൾ ഹുസൈനാരെ പേരക്കുട്ടി തന്നെയാണ്. ഇല്ലെങ്കിൽ ഞങ്ങളെ സംശയങ്ങളെ നിലനിൽക്കും. അത് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അത് ഞങ്ങളോട് ദേഷ്യം പിടിക്കല്ലേ നിങ്ങള്? തെളിയിക്കടോ, തെളിയിക്ക് എപ്പിക്കാരങ്ങള് ഇതിനു വേണ്ടി ന്യായീകരിക്കുന്ന കുഞ്ഞാടുകളെ. അപ്പൊ അതുകൊണ്ട് ഈ നിലക്ക് എല്ലാം കൊണ്ടും അസ്തമിച്ചുപോയ ഈ സംഘത്തിന്റെ ദുര്യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂകാ. ഹഖ് വ്യക്തമായി മശായിഖന്മാരെ വഴിയാകുന്ന സുന്നത്തി ജമാഅത്ത്, മഹാനരായ ശംസുൽ ഉലമയുടെ വഴി, അതാണ് ഇവിടെ ഹഖായ വഴി. ആ ഹഖ് ഇവിടെ വ്യക്തമായി ബാത്തിലാകുന്ന ഈ AP സമസ്തയുടെ ഈ ബിദ്ഈ വാദങ്ങൾ പൂർണ്ണമായി ഇവിടെ മണ്ണ് വാരിയിട്ട് ഈ മുഹറം മാസത്തിൽ നമ്മൾ ഖബറടക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ.